اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ-ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലതിലേക്ക് നോക്കൽ പോലും ഇബാദത്താണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖംസുൻ മിനൻ നളുരി ഇബാദത്തുൻ, അഞ്ചെണ്ണത്തിലേക്ക് നോക്കൽ ഇബാദത്താണ്. ഒന്ന്, അൻ-നളറു ഇലൽ അബവൈനി ഇബാദത്തുൻ, മാതാപിതാക്കളെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. പ്രത്യേകിച്ച് ഈ സമാനിലെ മാതാപിതാക്കളെ ഒരു പിന്തിരിപ്പിൻ ആളുകളായി കണക്കാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വാക്കിന് ഒരു വില പോലും കൊടുക്കാത്ത, അവരുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്ത മക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ-നളറു ഇലൽ അബവൈനി ഇബാദത്തുൻ, മാതാപിതാക്കളിലേക്ക് നോക്കൽ ഇബാദത്താണ്. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വൻ-നളറു ഫിൽ മുസ്ഹഫി ഇബാദത്തുൻ, പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കൽ ഇബാദത്താണ്. നമ്മൾ ഒരുപാട് കാലം മുമ്പേ പഠിച്ചു വെച്ചിരിക്കുന്നു വൽ ഇമാമു ഖുർആനി എന്നുള്ളത്. എൻ്റെ ഇമാമ് ഖുർആനാണ്. ആദ്യമേ അങ്ങോട്ട് കാണാപ്പാടം പഠിച്ചിരിക്കുകയാണ്. എന്നാൽ ആ പരിശുദ്ധമായ ഖുർആനിനോട് ചെയ്യേണ്ട ഒരുപാട് കടപ്പാടുകളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്. അതൊന്നും വീട്ടാത്ത ഒരു വ്യക്തിക്ക് ഖബറിൽ ചെന്നാൽ എൻ്റെ ഇമാമ് ഖുർആനാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? ആ പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കൽ പോലും ഇബാദത്താണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. വൻ-നളറു ഫിൽ മുസ്ഹഫി ഇബാദത്തുൻ, പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കൽ ഇബാദത്താണ്. വൻ-നളറു ഇലൽ കഅബത്തി ഇബാദത്തുൻ, പരിശുദ്ധമായ കഅബയിലേക്ക് നോക്കൽ ഇബാദത്താണ്. സ്വാലിഹീങ്ങളാകുന്ന ആളുകളൊക്കെ തവാഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും. ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മക്കായിലേക്ക് തിരിഞ്ഞിട്ട് കഅബാലയത്തിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലയോ പരിശുദ്ധമായ മക്ക, ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു. കഅബ, ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു. വൻ-നളറു ഇലൽ കഅബത്തി ഇബാദത്തുൻ, കഅബയിലേക്ക് നോക്കൽ ഇബാദത്താണ്. വൻ-നളറു ഫീ സംസം ഇബാദത്തുൻ, പരിശുദ്ധമായ സംസം വെള്ളം, ആ സംസം വെള്ളത്തിലേക്ക് നോക്കൽ തന്നെ ഇബാദത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ പൊട്ടി ഒലിച്ച വെള്ളം അത് നമുക്കൊരാൾക്കും കിട്ടൂല. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായൊരു വെള്ളമാണ് സംസം വെള്ളം. ആ സംസമിലേക്ക് നോക്കൽ ഇബാദത്താണ്. വൻ-നളറു ഇലൽ ആലിമി, യഥാർത്ഥ ഒരു ഉഖ്റവിയായ ആലിം, ആ ആലിമിലേക്ക് നോക്കൽ എന്താണ്? ഇബാദത്താണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം ഇൽമ് എന്ന് പറഞ്ഞാല് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദ്യമായി അള്ളാഹു നൽകിയത് വിജ്ഞാനമാണ്. ആ വിജ്ഞാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാ വിജ്ഞാനങ്ങളുമല്ല, ഉഖ്റവിയായ നാഫിയായ ഇൽമുള്ള ഒരു ആലിം, ആ ആലിമിലേക്ക് നോക്കൽ ഇബാദത്താണ്. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ-നളറു ഇലാ അലിയിൻ ഇബാദത്തുൻ,
മഹാനായ അലി റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കൽ ഇബാദത്താണ്. അല്ലാഹു തആല പലതവണ മനാമിലും യഖ്ലത്തിലൊക്കെ ആ മഹാനെ കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. അന്നളറു ഇലാ അലിയിൻ, അലിയാര് തങ്ങളിലേക്ക് നോക്കൽ ഇബാദത്താണ്. ചുരുങ്ങിയ ചില തുരീക്കത്തുകൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള സർവ്വ തുരീക്കത്തുകളും ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്നത് അലിയാര് തങ്ങൾ വഴിയാണ്. അല്ലാഹു തആല ആ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മറ്റൊരു ഹദീസിൽ, വന്നളറു ഇലാ അഖീക ഹുബ്ബൻ ലഹു ഫില്ലാഹ് ഇബാദത്തുൻ. വന്നളറു ഇലാ അഖീക, നീ നിന്റെ സഹോദരനിലേക്ക് നോക്കുക. ഹുബ്ബൻ ലഹു ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹത്തോട് സ്നേഹം വെച്ച് പ്രിയം വെച്ചുകൊണ്ട് നീ നിന്റെ സഹോദരനിലേക്ക് നോക്കൽ പോലും ഇബാദത്താണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, അന്നളറു ഇലൽ ബഹരി ഇബാദത്തുൻ, സമുദ്രത്തിലേക്ക് നോക്കൽ എന്താണ്? ഇബാദത്താണ്. കാരണം പ്രവിശാലമായി കിടക്കുന്ന സമുദ്രം, എണ്ണമറ്റ ഒരുപാട് അത്ഭുതങ്ങൾ കിടക്കുന്ന, നിഗൂഢമായ അത്ഭുതങ്ങളുള്ളതായ ഈ സമുദ്രം, ആ സമുദ്രത്തിലേക്ക് നോക്കൽ ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ കഴിവും നമുക്ക് ആ സമുദ്രത്തിലേക്ക് നോക്കിയാൽ ഒരു വ്യക്തിക്ക് കാണാൻ കഴിയും. സ്വഹീഹായ നെളുറുകൊണ്ട്, റിളയുടെ നെളുറുകൊണ്ട് ഒരാള് ആ ബഹറിലേക്ക് നോക്കിയാൽ അത് ഇബാദത്താണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ മിസ്സാക്കി കളയുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ നോക്കൽ ഇബാദത്താണ്, നോക്കിയിരിക്കൽ ഇബാദത്താണ്. സ്വാലിഹീങ്ങൾ എന്ന് പറയുമ്പോൾ കിട്ടിയ അവസരങ്ങൾ അവർ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് സ്വാലിഹീങ്ങളൊക്കെ. അവരെ ചെറുത് വലുത് എന്ന് മാറ്റിവെക്കാതെ ഏതിലൊക്കെ നന്മകളുണ്ടോ, ഏതിലൊക്കെ ഖൈറുകളുണ്ടോ, ഏതിലൊക്കെ ഗുണങ്ങളുണ്ടോ അത് മുഴുവൻ കരസ്ഥമാക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരായിരുന്നു സ്വാലിഹീങ്ങളും ഔലിയാക്കളൊക്കെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.